ഇനി ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ ഇന്ത്യ, അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോണത്. ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കേരള എക്കണോമി. അതായത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്, ഒരു കേരള എക്കണോമിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ് എന്തെന്ന് പറഞ്ഞാൽ ട്രേഡ്, അല്ലേ? വാങ്ങുക വിൽക്കുക കാര്യങ്ങളൊക്കെ. ഇൻ കേരള ഇൻറ്റേർണൽ ട്രേഡ് ബീങ് കണ്ടക്റ്റഡ് ഇൻ ലാർജ് സ്കെയിൽ. അതായത് കേരളത്തിനുള്ളിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് ലാർജ് സ്കെയിൽ ഗുഡ് മാർക്കറ്റ് ഫോർ മെനി ബിസിനസ്സസ് ബോത്ത് നാഷണൽ ആയാലും ഇൻ്റർനാഷണൽ ആയാലും നമ്മൾ പല ട്രേഡുകൾ നടത്തുന്നുണ്ട്, അല്ലേ? ഇൻ്റർനാഷണൽ ആയാലും ദ എക്സ്റ്റേണൽ ട്രേഡ് മെയിൻലി ഓപ്പറേറ്റ് ത്രൂ കൊച്ചിൻ പോർട്ട്. അതായത് കൂടുതലും എക്സ്റ്റേണൽ കാര്യങ്ങളൊക്കെ, അതായത് എക്സ്പോർട്ട് ചെയ്യൊക്കെയില്ലേ കൂടുതലും, അത് കൊച്ചിൻ പോർട്ടിലാണ് കൂടുതലും എക്സ്റ്റേണൽ ട്രേഡ് കാര്യങ്ങൾ നടക്കുക. അത് ട്രേഡ് നടത്തുമ്പോൾ എക്സ്പോർട്ട് ചെയ്യാമെന്ന് വെച്ചപ്പോൾ കാഷ്യൂ അല്ലെങ്കിൽ കൊയർ പ്രൊഡക്റ്റോ ടീയോ കോഫിയോ പെപ്പറോ അങ്ങനെ ഓൾ സ്പൈസസൊക്കെ ഇതിലൂടെയാണ് കൂടുതലും നമ്മൾ എന്താ പറയുക ട്രേഡ് നടത്താറുള്ളത്. ഇനി നമുക്ക് ഇമ്പോർട്ട് ത്രൂ കൊച്ചിൻ പോർട്ട് കണ്ടിന്യൂഡ് ടു ഇൻക്രീസ് 2016 to 2017. അതുപോലെ കൊച്ചിനിലൂടെ ഇമ്പോർട്ട് കാര്യങ്ങൾ അത് കൂടുതൽ 2016-2017 കാലഘട്ടത്തിലാണ് കുറച്ച് കൂടുതൽ ഇമ്പോർട്ട് ചെയ്തത്. ഫെർട്ടിലൈസേഴ്സ്, റോ മെറ്റീരിയൽ, അയൺ ആൻഡ് സ്റ്റീൽ മെഷീനറി, ന്യൂസ് പ്രിൻ്റ്, റോ കാഷ്യൂനട്ട്, ഫുഡ് ഗ്രെയിൻസ്, അങ്ങനത്തെ പല കാര്യങ്ങളായിരുന്നു കൂടുതൽ ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. Government focus on trade and converting Kerala state into world-class commercial hub for retail, wholesale services, banking, insurance, healthcare, support, education and information technology, sports. അതായത് കേരളത്തിലെ ഗവൺമെൻറ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൂടുതലും ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവരവരുടെ മെയിൻ കോംപ്ലിമെൻറ്റ് എന്താ പറയുക കൊമേഴ്ഷ്യൽ ഏരിയയിൽ, അതായത് പല രീതിയിലും, അതായത് റീറ്റെയിൽ ആവാം, ഹോൾസെയിൽ ആവാം, പല കാര്യത്തിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. The trade and commerce sector in India, through contributing much employment and economic growth, has not been given into due to tool of putting economy on fast track mode. നമുക്ക് കുറേ എന്താ പറയുക എംപ്ലോയ്മെൻറ്റിൽ കുറേ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, എന്നാലും എക്കണോമിക് ഗ്രോത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ കാര്യങ്ങൾ. എന്നാൽ പോലും എന്താ പറയുക എക്കണോമി അങ്ങനെ വലിയ എന്താ പറയുക വലിയ കുതിച്ച് കയറ്റങ്ങളൊന്നുമില്ല. ഇവർക്ക് എംപ്ലോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്ര വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. The assistant terminal scope growth of sector and ideally suited economic development to consider fast growing commercial establishment, tourism growth and human resource strengthening. കൂടുതലും ടൂറിസത്തിനൊക്കെയാണ് കൂടുതലും ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ ഉണ്ടെങ്കിൽ പോലും കൂടുതലും ഇതിനൊക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ട് പോകുന്നത്. അതുപോലെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻലി വർക്ക് ചെയ്യുന്നത് അർബൻ ലോക്കൽ ബോഡീസിലാണ്, ലൈക്ക് പാർക്കിംഗ്, ട്രഡീഷണൽ കൊമേഴ്ഷ്യൽ ഏരിയ. കൂടുതൽ അർബൺ ഏരിയാസ്, റൂറൽ ഏരിയാസിൽ അങ്ങനെ കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ നടക്കണില്ല. കാരണം അർബൻ ആകുമ്പോൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ വളരെയധികം നല്ലതായതുകൊണ്ട് അർബൻ ഏരിയാസിലാണ് എപ്പോഴും ട്രേഡ് കാര്യങ്ങൾ നടത്താറ്. അതായത് അതുപോലെ എവ്രി ഇയർ മാസിങ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽസൊക്കെ നടത്തും. അപ്പം നമ്മളുടെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽസൊക്കെ നടത്തിയിരുന്നില്ലേ, ട്രേഡേഴ്സ് എല്ലാവരും കൂട്ടിയിട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ട്? അപ്പോൾ എല്ലാ ട്രേഡേഴ്സും ഗവൺമെൻറ് കൂടിയിട്ട് നടത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഫെസ്റ്റിവൽ ഇതും ചെയ്യാറുണ്ട്. അടുത്തതാണ് റീസൺസ് ഓഫ് ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ ഏരിയ. എന്തൊക്കെയാണ് ട്രേഡ് കൊമേഴ്സ് കേരളത്തിൽ കൂടാനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ദർ ഈസ് എ ഗ്രേറ്റ് ഡിമാൻഡ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദിസ് ഡ്യൂ ടു ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻസ്. അതായത് പോപ്പുലേഷൻ വളരെയധികം കൂടുതലാണ്, അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് കൂടുതൽ ആവശ്യമാണ്, അല്ലേ? ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ അതിൻ്റെ സാധനങ്ങൾ ആവശ്യം വരും, അതുകൊണ്ട് അത് ഒരു റീസൺ ആവാം. കൾച്ചർ ഫാക്ടർ. കേരള ഗിവ് ഇമ്പോർട്ടൻറ്റ് ടു ഹെൽത്ത്, ക്ലീൻനെസ് ആൻഡ് എഡ്യൂക്കേഷൻ. ഹെൻസ് so many hospitals, nursing homes, clinics are operating across the length and breadth of Kerala. So cosmetics etc. are being sold out large scale. A lot of college students are educated, are working in a in school uniform bags. അതായത് കൾച്ചർ ഫാക്ടേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ്. അതായത്
കേരള എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ ഹെൽത്തിന്, അതുപോലെ വൃത്തിക്ക്, നമ്മൾ കുളിക്കാനൊന്നും അതേ ആൾക്കാർ നടക്കില്ല, വൃത്തിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടത്തുക. എഡ്യൂക്കേഷനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്തിന് കുറച്ചും കൂടി പ്രാധാന്യം നൽകുന്നതുകൊണ്ട് തന്നെ എന്താ ഉണ്ടാവുന്നത്, സോ മെനി ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ നഴ്സിംഗ് ഹോംസ് അല്ലെങ്കിൽ ക്ലിനിക്സൊക്കെ ഒരുപാട് നമ്മുടെ എന്താ പറയുക കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കുളിക്കുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി സോപ്പിൻ്റെ തന്നെ നിങ്ങൾ വെറൈറ്റി കണ്ടിട്ടില്ലേ? ഇപ്പോൾ ജെല്ലൊക്കെ അല്ലേ, സോപ്പ് മാറിയിട്ട് ജെല്ലയക്കണു, അങ്ങനെ പല കാര്യത്തിനും അതിന് തന്നെ വെറൈറ്റി കണ്ടുപിടിച്ച് തുടങ്ങിയിരിക്കുന്നു. അതേപോലെ തന്നെ ലോട്ട് ഓഫ് സ്കൂൾസ്, അതായത് നമുക്ക് ഇവിടെ ഭയങ്കര ലിറ്ററസിയിൽ ഹൈ റേറ്റാണ് കേരളം നിൽക്കുന്നത്. സോ അതുകൊണ്ട് എഡ്യൂക്കേഷന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇതാണ് കേരളം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ബുക്ക്, ബാഗ്, കുറേ കോളേജുകളുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ സ്റ്റുഡൻസിന് ബുക്ക്, ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഈ ഐറ്റംസൊക്കെ നല്ലൊരു ഡിമാൻഡാണ് എന്നാണ് പറയുന്നത്. Development of transport and communication. Almost every nook and corner of state is connected with the network അല്ലേ? ഓരോ റോഡ് നെറ്റ്വർക്കും ഓരോ കോർണറിലും സ്ട്രീറ്റിലും കണക്റ്റഡ് ആണ് അല്ലേ? Water transport system is available in districts of Alappuzha, Kollam, Kottayam and Kannada. Railways are playing vital role in promoting internal trade. Kerala is mainly operated through Cochin port. അതായത് ഇപ്പോൾ നമ്മൾ ഈ വാട്ടറിൻ്റെ, അതായത് ഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ അത് ആലപ്പുഴ, കൊല്ലം, കോട്ടയം, എറണാകുളം ആ ഭാഗത്തായിരിക്കും. റെയിൽവേയിൽ ഇൻറ്റേർണൽ ട്രേഡിന് വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് ട്രെയിൻസൊക്കെ. അതേപോലെ എക്സ്റ്റേണൽ ട്രേഡ്, അതായത് എക്സ്റ്റേണൽ പുറമേക്കുള്ള കാര്യങ്ങൾ കൂടുതലും നമ്മൾ പറഞ്ഞു. എക്സ്റ്റേണൽ ട്രേഡ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കൊച്ചിൻ പോർട്ടിലാണ്. ദിസ് ഇസ് എൻ എഫിഷ്യൻറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഡെവലപ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി ഓൾസോ റെസ്പോൺസിബിൾ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ കേരള. അതുപോലെ നല്ല കമ്മ്യൂണിക്കേഷൻസ് ഫെസിലിറ്റീസാണ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അതും ഇൻക്രീസ് ചെയ്യാനൊരു കാരണമാണ് ടൂറിസം. Development of tourism. It has already been realized that Kerala has a great potential for tourism. ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് ഫോറിൻ ടു കമ്മിങ് ടു കേരള എൻജോയ് നാച്ചുറൽ ബ്യൂട്ടി ഓഫ് സ്റ്റേറ്റ് അല്ലേ? കുറേ ടൂറിസ്റ്റുകൾ നമ്മുടെ നാച്ചുറൽ, ഇപ്പോൾ കുട്ടനാട് ബോട്ടിങ് അതൊക്കെ ആസ്വദിക്കാൻ എത്രയോ സായിപ്പുമാർ വരാറുണ്ട് ഇല്ലേ? അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി, അവിടെയൊക്കെ നോക്കിയാൽ കുറേ സായിപ്പ്. അപ്പോൾ നമ്മൾ ഫോറിനേഴ്സിനെ വളരെയധികം അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് അതുപോലെ ഇപ്പോൾ ഒരുവിധം എല്ലാ ബീച്ചുകളും എന്താണ് ടൂറിസ്റ്റ് ബോട്ടുകളാണ്. ഹൗസ് ബോട്ട് ഞാൻ പറഞ്ഞു, പിന്നെ ഇനി എന്താ പറയുക, there is a new trend of domestic visible in Kerala during the annual Shabarimala and season round the years of temples like Guruvayur, Thrissur, Padmaswamy Temple, Tirunelveli. Trade commerce will flourish along the development of trade and commerce. അപ്പോൾ ഏത് ഏരിയാസിലായാലും, അതായത് ഇപ്പോൾ ടൂറിസത്തിലായാലും വളരെയധികം നല്ല രീതിയിൽ എന്താ പറയുക ഡെവലപ്പ് ചെയ്യേണ്ടത് കേരള. അതിപ്പോൾ അതുപോലെ ആ ക്ഷേത്രങ്ങളായാലും അതിൻ്റെ ബേസിലും അവർക്ക് ട്രേഡ് ആൻഡ് കൊമേഴ്സ് നടത്തുന്നുണ്ട്. ഇനി ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ഫിനാൻസിങ്. Another reason of growth of trade and commerce Kerala development of banking. Kerala excellent banking infrastructure. അതായത് ബാങ്കിങ് സെക്ടർ, അതായത് സേവിങ്സ് കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ എന്ന് പറഞ്ഞത് എന്താ പറയുക, ബാങ്കിങ് ഫിനാൻസ് കേരളയിൽ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള എക്സലൻറ്റ് ഒരു നല്ലൊരു ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ തന്നെ എന്തിലുണ്ട്, കേരളയിലുണ്ട്. As 31st March 2000, there is a 48 commercial bank, 2 regional rural banks, 44 14 district cooperative banks and 1 state cooperative bank together, having 3,813 branches well spread over the India. അതായത് ഇന്ത്യയിൽ തന്നെ കുറേ ഒരു 48 കൊമേഴ്ഷ്യൽ ബാങ്കിലൊക്കെ 2004 ആയപ്പോഴേക്കും വന്നിട്ടുണ്ട്. അതുപോലെ കുറേ റൂറൽ ബാങ്ക്സ്, അർബൻ കുറേ കോർപ്പറേറ്റ് ബാങ്ക്, പബ്ലിക് ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, ഗ്രാമീൺ ബാങ്ക്സ്, അങ്ങനത്തെ കുറേ ബാങ്കുകൾ. അതായത് സേവിങ്സ് കൂടുതലാണ്. അപ്പോൾ അവിടെ കുറേ പേര് ഡെപ്പോസിറ്റ് കൂടുന്നു. അപ്പോൾ അത് നമ്മുടെ ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം കൂടും. അതുകൊണ്ട് ഇത് ട്രേഡ് ആൻഡ് കൊമേഴ്സിലേക്ക് ലീഡ് ചെയ്യാൻ ഇതൊരു കാരണം തന്നെയാണ്. ഇനി ട്രേഡും കൊമേഴ്സ് തന്നെ ഇൻഡസ്ട്രീസ്.
കേരള മെയിൻലി കേരള ഫോക്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ സ്റ്റേറ്റാണ് അല്ലേ. കേരള എന്ന് പറഞ്ഞത് മെയിൻലി എന്താണ്, അഗ്രികൾച്ചർ സ്റ്റേറ്റാണ്. അതൊരു അഗ്രികൾച്ചറിൻ്റെ മെയിനാണ് ഫോക്കസ് ചെയ്യുന്നത്. സർവീസ് സെക്ടർ ലീഡിങ് സെക്ടർ ഇൻ കേരള ആസ് എ കമ്പയർഡ് ടു മഹാരാഷ്ട്ര, പഞ്ചാബ്, UP, കർണാടക, തമിഴ്നാട് എക്സെട്ര. കേരള ഇൻഡസ്ട്രിയലി ബാക്ക്വേർഡ്. പക്ഷേ നമ്മുടെ കേരളം മറ്റുള്ള ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ, മഹാരാഷ്ട്രയും പഞ്ചാബും അവരൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരള ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ വളരെയധികം മോശം തന്നെയാണ്. മോസ്റ്റ് ഇന്ത്യൻ കേരള അഗ്രോ ബേസ്ഡ്, അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ എന്തെന്നാണത് കേരളത്തിലുള്ളത്. കേരള ഹാസ് ഹോം ട്രഡീഷണൽ ഇൻഡസ്ട്രി ലൈക്ക് ഹാൻഡ്ലൂം, കാഷ്യൂ എക്സെട്ര. മെയിൻലി കേരളത്തിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്ന കാഷ്യൂ, ഹാൻഡ്ലൂം, ഖാദി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കേരളം ഫോക്കസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് എന്നാണത്. ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രീസ് ഓഫ് കേരള ഇതൊക്കെയാണ് ഇൻഡസ്ട്രീസ്. അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റോക്ക് മെയിൻലി കേരള പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെപ്പർ, നാച്ചുറൽ റബ്ബർ, ടീ, കാഷ്യൂ, സ്പൈസസ്, കോഫി, കോക്കനട്ട് ഇതൊക്കെയാണ് കേരളം മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണത്. ഓൾ ഇറ്റ്സ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഈസ് സെൻഡ് അക്രോസ് ദി കൺട്രീസ്. ഈ പ്രൊഡക്ഷൻസൊക്കെ എന്താണ്, മറു രാജ്യങ്ങൾക്കും ഇവർ വിറ്റുവയ്ക്കുന്നുണ്ട്. ഇത് പ്രൊഡ്യൂസ് വേരിയസ് ടൈപ്സ് ഓഫ് സ്പൈസസ് ലൈക്ക് അതേപോലെ തന്നെ നമ്മൾ കുറേ സ്പൈസസ് നമ്മുടെ നാട്ടിൽ വളരുന്ന സ്പൈസസ് ഒന്നും പുറം രാജ്യത്തിൽ ഒന്നും അങ്ങനെ വളരണത്തില്ല. സോ Kerala has huge workforce for all this. The state will also know a huge variety of rice. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇതിൽ പറയുന്നത് നമ്മുടെ കേരളയിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്താ, അഗ്രികൾച്ചർ പ്രൊഡക്ട്സിനാണ്. അതായത് പെപ്പർ ആവാം, കാഷ്യൂ ആവാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ സ്പൈസസ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ അതേപോലെ തന്നെ കുറേ റൈസസ്. അപ്പോൾ അവർ ആദ്യം നോക്കുന്നത് അഗ്രികൾച്ചറിനെയാണ്. ഇനി ടൂറിസം ഇതേപോലെ തന്നെ major industries in Kerala. The state various tourist places that attract the tourists all across the world. Some most visited are Kovalam, Fort Kochi, Munnar, Nelliyambadi, Thrissur, Alappuzha. The major tourist attraction coastal area, mountain temples, wildlife sanctuary, etc. അതേപോലെ തന്നെ ടൂറിസ്റ്റുകൾ ഒരു മേജർ ഇൻഡസ്ട്രിയാണ് കേരളത്തിലെ ടൂറിസ്റ്റുകൾ എന്ന് ടൂറിസം ആണത്. ടൂറിസം എന്ന് പറഞ്ഞ ഒരു മെയിൻ ഇൻഡസ്ട്രിയാണ് കേരളത്തിൻ്റെ. അതായത് അവർ കുറേ വേരിയസ് ടൂറിസ്റ്റ് പ്ലേസുകൾ തന്നെയുണ്ട് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യേണ്ടത്. വേൾഡിൽ തന്നെ വളരെയധികം അട്രാക്റ്റീവ് പ്ലേസുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. നമ്മൾ വിസിറ്റഡ് ഏരിയാസ് ആയിരുന്നാലും കോവളം, ഫോർട്ട് കൊച്ചി ഭാഗങ്ങൾ, മൂന്നാർ നല്ല ഭംഗിയല്ലേ കാണാൻ, പോയവരൊക്കെ അറിയാം. നെല്ലിയാമ്പതി, അതേപോലെ തന്നെ കോഴിക്കോട് എന്ന് പറയുമ്പോൾ വയനാട് ആ ഭാഗങ്ങളൊക്കെ നല്ല പച്ചപ്പും ഹരിതാഭമുള്ള സ്ഥലമല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അത് വളരെയധികം നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. വെൻ വി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും. ഇതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ കേരളത്തിൻ്റെ ഒരു മേജർ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് എന്താണ്, നമ്മുടെ കോസ്റ്റൽ ഏരിയാസ്, മൗണ്ടൻസ്, ടെമ്പിൾസ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എക്സെട്ര അല്ലേ. സൈലൻറ്റ് വാലി, പല നമ്മൾ എന്താ പറയുക മെയിനായിട്ട് ടൂറിസ്റ്റ് പ്ലേസസ് എന്ന് പറയുമ്പോൾ കോസ്റ്റൽ ഏരിയാസ്, അതുപോലെ മൗണ്ടെയ്ൻസ്, ടെമ്പിൾസ്, അതൊക്കെയാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ഓയിൽ റിഫൈനിങ്, പെട്രോകെമിക്കൽസ്. സ്റ്റേറ്റ് ഹാവിങ് ഓയിൽ റിഫൈനിങ് ആൻഡ് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രി സിറ്റുവേറ്റഡ് കൊച്ചി റിഫൈനറി ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ആലുവയിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഹാസ് ഓൾ ലീഡിങ് സ്റ്റേറ്റ് ഓൺ റിഫൈനറി ഇൻ ഇന്ത്യ വിച്ച് ഹ്യൂജ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും എന്താ പറയുക ഈ പ്രൊഡക്ഷന്, അതായത് ഈ കാര്യം പ്രൊഡക്റ്റ് ചെയ്യാൻ ഈ പെട്രോളിയം ഫീൽഡിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹ്യൂജ് കപ്പാസിറ്റി ഇന്ത്യയിലുള്ളത് ഇവിടെ തന്നെയാണ്. ഓയിൽ റിഫൈനറി റിഫേർഡ് ആസ് കൊച്ചിൻ റിഫൈനറി, ഫോർമലി നെയിംഡ് ആസ് കൊച്ചിൻ റിഫൈനറി. KOCS മാറിയിട്ട് ഇപ്പോൾ COCHINI കൊച്ചിൻ റിഫൈനറി ലിമിറ്റഡായി. കൊച്ചിൻ റിഫൈനേഴ്സ് എൻഗേജ് റിഫൈനിങ് ആൻഡ് മാർക്കറ്റിംഗ് പെട്രോളിയം പ്രൊഡക്ട്സ്. അവരെന്ത് ചെയ്യുന്നത്, റിഫൈൻ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഈ പെട്രോളിയം പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യണമുണ്ട്. ഷിപ്പ് ബിൽഡിംഗ് ഈസ് വൺ ഓഫ് ദ മേജർ ഇൻഡസ്ട്രി ഇൻ കേരള. ദ സ്റ്റേറ്റ് ഹാവ് ലാർജസ്റ്റ് ഷിപ്പിംഗ് ബിൽഡിംഗ് ഫെസിലിറ്റി ഇൻ ഇന്ത്യ. അതുപോലെ ഷിപ്പിംഗ് ഒരു കേരളത്തിൻ്റെ ഒരു മേജർ ഇൻഡസ്ട്രി തന്നെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഷിപ്പ് എന്ന് പറഞ്ഞത്.
ദ ലാർജ് ഷിപ്പിംഗ് ബിൽഡിംഗ് ഫെസിലിറ്റി ഇൻ ഇന്ത്യയിൽ സ്റ്റേറ്റിൽ തന്നെ ലാർജ് ഷിപ്പിംഗ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇസ് സ്റ്റാർട്ടഡ് 1972 തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഫുള്ളി ഓൺ ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് കമ്പനി. അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറഞ്ഞത് ഗവൺമെൻറ് ആണ്. അത് പോർട്ട് ട്രസ്റ്റ്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് എറണാകുളത്ത്, അത് എന്താ പറയുക, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. ദിസ് യാർഡ് ഇൻ ബിൽഡിംഗ് ആൻഡ് റിപ്പയറിങ് ലാർജ് വെസൽസ് ഇൻ ഇന്ത്യ. ഇറ്റ് ഓൾസോ ബിൽഡിംഗ് ഷിപ്പ്യാർഡ് ഫോർ ഇന്ത്യൻ നേവിക്കൊക്കെ അവിടെയാണ് പ്രാക്ടീസ് കാര്യങ്ങൾ നടക്കുക. അതേപോലെ തന്നെ നല്ല രസമാണ്, കടലിൻ്റെ അവിടെയൊക്കെയാണ് ഇവരുടേത്. ഇനി എനർജി. India's largest floating solar power plant was in Bhubaneswar Sagar in Wayanad, Kerala. ഏറ്റവും വലിയ അണക്കെട്ട് കാര്യങ്ങൾ ബാനാസുര ഡാം എന്ന് പറയുന്നത് വയനാട്ടിലാണ്. അവിടുന്നാണ് എനർജി കാര്യങ്ങൾ പ്രൊവൈഡ്. ഇത് കോൺട്രിബ്യൂട്ട് ഹ്യൂജ്ലി പ്രൊമോഷൻ ഓഫ് സോളാർ. മെയിൻലി സോളാർ എനർജിക്കാണ് കൂടുതൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. കെമിക്കൽ ഇൻഡസ്ട്രി ആലുവയിലാണ്. നമ്മൾ പറഞ്ഞു FACT എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആലുവ ഈസ് വൺ ഓഫ് ലീഡിംഗ് ഇൻഡസ്ട്രിയൽ ബെൽറ്റ് ഇൻ കേരള. ഇൻഡസ്ട്രിയൽ ബെൽറ്റ് ഇൻ മാനുഫാക്ചറിങ് വൈഡ് റേഞ്ച് ഓഫ് കെമിക്കൽ ഇൻക്ലൂഡിങ് പെസ്റ്റിസൈഡ്സ്, റബ്ബർ പ്രോസസ്സിംഗ് കെമിക്കൽസ്, സിങ്ക്, കോമ്പൗണ്ടേറ്റ് എലമെൻറ്റ്സ് ആൻഡ് ലെതർ പ്രൊഡക്ട്സ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ആലുവയിലാണ്. ആലുവ ഭാഗങ്ങളിലാണ് ഇത് കൂടുതൽ ഇതുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ IT സെൻറ്റേഴ്സ്, ഇൻഫോ പാർക്കൊക്കെ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സെറ്റിംഗ് IT ഇൻഡസ്ട്രി സ്റ്റേറ്റ് വാസ് ക്രിയേറ്റഡ് ലോഞ്ചിങ് ടെക്നോ പാർക്ക് ഇൻ തിരുവനന്തപുരത്ത് 1990 IT പാർക്ക് വന്നത്. കൊച്ചിയിൽ വന്നത് 2003. IT കളമശ്ശേരിയിലൊക്കെ ഉണ്ട് ഇൻഫോ പാർക്ക്. അപ്പോൾ എന്താ പറയുക, അത് വന്നതും നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ അതിനൊരു ഗ്രോത്ത് ഉണ്ടായി. കുറേ പേർക്ക് ജോബ് കിട്ടി. കുറേ MNCകാർ വന്ന് നമ്മളെ സെലക്ട് ചെയ്ത്, അപ്പോൾ കുറേ പേർക്ക് ജോലി കാര്യങ്ങൾ കിട്ടി. ഫോർ സം ടൈം ദർ സെൻറ്റേഴ്സ് വിച്ച് ബെനിഫിറ്റ് ടു സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ഓഫ് entrepreneurs could not attract national level players in IT, but advantage of international club connectivity, technically qualified young people, peaceful industrial atmosphere and professional approach of government could be bring a IT company like TCS, Infosys, US Software etc. to state since 2007. അപ്പോൾ IT, അതായത് ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രീസ് എപ്പോഴൊക്കെ വന്നത് തിരുവനന്തപുരത്തും കൊച്ചിയിലും. തിരുവനന്തപുരത്ത് എന്താ വന്നത് 1990 വന്നു, 2003 അത് കുറേ എംപ്ലോയ്മെൻറ്റ് കാര്യങ്ങൾ പല മൾട്ടിനാഷണൽ കമ്പനികളും കേരളത്തിൽ വന്ന് അത് മറ്റുള്ളവർക്ക് അട്രാക്റ്റ് ചെയ്തു തുടങ്ങി. അതാണ് എന്താണ് ഇൻഫോർമേഷൻ ടെക്നോളജി. പല കമ്പനികളും ലൈക്ക് TCS, ഇൻഫോ അതൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് അവരുടെ ബേസിൽ കുറേ പേർക്ക് ജോലി കാര്യങ്ങൾ കിട്ടുകയൊക്കെ ചെയ്തു. പിന്നെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. ഇനി പരമ്പരാഗതമായ അതാണ് ട്രഡീഷണൽ ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റ്, ബാംബു ഇൻഡസ്ട്രി, കോയർ ഇൻഡസ്ട്രി, ഖാദി, കാഷ്യൂ ഇൻഡസ്ട്രി. ഹാൻഡ്ലൂം കൈത്തറി എന്നൊക്കെ കേട്ടിട്ടില്ലേ? Among traditional industry of Kerala, handloom stands second to coir in providing employment to 1.75 lakh persons. ഈ കൈത്തറി കൊണ്ട് എന്താ പറയുക, കൈത്തറി പ്രോഡക്ട്സ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു 1.75 ലക്ഷം പേർക്ക് എംപ്ലോയ്മെൻറ്റ് കൂടുതൽ കിട്ടി. ഈ കൈത്തറി കൂടുതലും തിരുവനന്തപുരം, കണ്ണൂർ ജില്ലയിലാണ് കൂടുതൽ. അതായത് സൗത്തേൺ റീജിയൻ പ്രൊവൈഡ് 50% ഓഫ് മേജർ ഹാൻഡ്ലൂം ഐറ്റം ഫ്രം നോർത്തേൺ 32% and central region 14%. Our total handloom production in state is 96.11% ആണ്. കോപ്പറേറ്റീവ് സെക്ടർ ആൻഡ് റെസ്റ്റ് ഓഫ് യൂണിറ്റ് ഓണർപ്രണർ സെക്ടേഴ്സ്, അതായത് ഒരു 96% കോപ്പറേറ്റീവ് സെക്ടേഴ്സാണ് ഈ ഹാൻഡ്ലൂം കാര്യങ്ങൾ. ബാക്കി ബാക്കിയൊക്കെയാണ് എന്താ പറയുക യൂണിറ്റ്സാണ് ഓണർപ്രണർ സെക്ടേഴ്സ് നോക്കുന്നത്. Hand Weave are the two state-level agencies dealing the procurement and marketing handloom fabrics. അപ്പോൾ ഹാൻഡ്ലൂം കേരളത്തിൽ നിങ്ങൾ അറിയാം കൈത്തറി എന്ന് കേട്ടിട്ടുണ്ടാവും. അതൊരു 1.75 ലക്ഷം ആൾക്കാർക്ക് തന്നെ എംപ്ലോയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടുതലും കൈത്തറി തിരുവനന്തപുരത്തും കണ്ണൂരാണ്. ഹാൻഡ് വീവ് ആണ് ഇതിൻ്റെ ഏജൻസി നടത്തുന്ന ആൾക്കാർ.
ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കരകൗശല വസ്തുക്കൾ, ഈ ചിരട്ടയിലൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ബാംബൂനുണ്ട്, അല്ലെങ്കിൽ ബെൽ മെറ്റൽ കാസ്റ്റിംഗ്, സ്ക്രൂ പിന്ന്, മാറ്റ് വീവിങ്, ചവിട്ടുകൾ, അങ്ങനത്തെ പല കരകൗശല മാലകൾ. നിങ്ങളൊക്കെ ഓരോ എക്സിബിഷനിൽ പോയത് ഉണ്ടല്ലോ ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതും കേരളത്തിലൊരു ഫേമസ് തന്നെയാണ്, ട്രഡീഷണൽ ആയിട്ട് തന്നെയാണ് അത്. ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആൻഡ് ആർട്ടിസ്റ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആർ ദ മേജർ പ്രൊമോഷണൽ ഏജൻസി ഓഫ് ഇൻഡസ്ട്രി. കൂടുതൽ ഹാൻഡിക്രാഫ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും ആർട്ടിസൻ ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പറേഷനാണ് ഈ ഏജൻസീസ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവരെ ബാംബു ഇൻഡസ്ട്രി, ബാംബു എന്ന് പറയുമ്പോൾ എന്താ, ബാംബു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അങ്കമാലിയാണെന്ന് തോന്നുന്നു കൂടുതലും. പ്ലം ഫോർ മേക്കിംഗ് പേപ്പർ, അതേപോലെ വീടുകൾ, ബാംബു പ്ലേ ആൻഡ് ട്രഡീഷണൽ ബാംബു ഇൻഡസ്ട്രി, കൊട്ടകളില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാംബു ഇതാണ് ഉണ്ടാക്കുന്നത്. അതായത് 3 lakh വർക്കേഴ്സൊക്കെയാണ്, അവർക്കാണ് ട്രഡീഷണൽ ബാംബു ഇൻഡസ്ട്രിയിൽ കുറേ കാലമായിട്ട് ഒരു 3-4-5 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. കോയർ ഇൻഡസ്ട്രീസ് ആലപ്പുഴയിലാണ്. കോയർ ഇൻഡസ്ട്രി മേജർ ട്രഡീഷണൽ ഇൻഡസ്ട്രി ഓഫ് കേരള അല്ലേ, തേങ്ങ ഇതെന്ന് കോയർ, ചകിരി ചേരുന്ന കേരള മേജർ സബ്സെറ്റ് നെയിംലി ഫൈബർ എക്സ്ട്രാക്ട്, സ്പൈനിങ് ആൻഡ് വേവിങ്. കയറൊക്കെ ഉണ്ടാക്കാൻ കൂടുതൽ കയർ വ്യാപാരം. അതെ, ഇത് ഇൻഡസ്ട്രി മെയിൻലി ഓർഗനൈസ് കോപ്പറേറ്റീവ് സെക്ടേഴ്സ്. മെയിൻലി ഇത് നടക്കുന്നത് കോപ്പറേറ്റീവ് സെക്ടേഴ്സാണ്. പിന്നെ കോയർ ഈസ് അഫക്ട്സ് ദ മേജർ പോർഷൻ ഓഫ് കോയർ ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ കോയർ സിസ്റ്റം ആർ ബൈ കോയർ ഫെഡാണ് കൂടുതലും കോയറിൻ്റെ കാര്യങ്ങൾ നടത്തുന്നത്. ചവിട്ടി അല്ലെങ്കിൽ കോയർ, അത് ആലപ്പുഴയാണ് കൂടുതലും കോയറിൻ്റെ കാര്യങ്ങൾ അതുള്ളത്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ആണത്. ഖാദി ഭവൻ, നിങ്ങളുടെ ഓരോ സ്ഥലത്തും ഉണ്ടാവുമല്ലോ ഖാദി പ്രോഡക്റ്റ്സ് ആയിരിക്കും കൂടുതൽ ഉള്ളത്. അപ്പോൾ ഖാദിയുടെ പ്രോഡക്റ്റ്സ് കാര്യങ്ങളായിരിക്കും കൂടുതലുണ്ടാവുന്നത്. അത് ഇൻഡസ്ട്രി ക്യാരി ഔട്ട് ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഖാദിയുടെ ഷർട്ട്, അതേപോലെ ഡ്രസ്സുകൾ, ചുരിദാറുകൾ, സാരികളൊക്കെ കിട്ടും അവിടെ. അതുപോലെ ഒരു പ്രോഡക്ട്സ്. അപ്പോൾ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി ബോർഡ് carries out its activity through cooperative societies, registered institution and department unit by availing financial assistance for state government, ഖാദി കമ്മീഷൻ ആൻഡ് നാഷണലൈസ്ഡ് ബാങ്ക്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് കൂടുതലും ഇത് ചെയ്യുന്നത്. അത് ഒരു ഗവൺമെൻറ് രജിസ്റ്റേർഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് ഗവൺമെൻറ്റിനെ അതേപോലെ ഖാദി കമ്മീഷൻ ആൻഡ് നാഷണലൈസ്ഡ് ബാങ്കിനെ അസിസ്റ്റ് ചെയ്യാനാണ് ഈ ഖാദി ബോർഡ് ഉണ്ടാവുന്നത്. ദ ബോർഡ് ഹാസ് ബീൻ പ്രൊമോട്ടിംഗ് സെറികൾച്ചർ ത്രൂ സെറിഫൈഡ് വിച്ച് ഓപ്പൺ എ കൂപ്പൺ മാർക്കറ്റ് ഇൻ പാലക്കാട് സിൽക്ക് എക്സ്ചേഞ്ച് ഫെസിലിറ്റി ഇൻ കാസർഗോഡ്. കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്ന പാലക്കാടിലും, അതുപോലെ സിൽക്ക് എക്സ്ചേഞ്ച് ഫെസിലിറ്റി കാസർഗോഡാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. കാഷ്യൂ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? കേരളത്തിൽ കൊല്ലം ജില്ലയിലാണ്. ദ കേരള സ്റ്റേറ്റ് കാഷ്യൂ കോർപ്പറേഷൻ KSCDC and Cashew Work Apex Cooperative Societies are 2 state agency engaged in cashew processing sector. അതായത് KSCDC, അതായത് അവരും അതേപോലെ കാഷ്യൂ വർക്കർ അപ്പെക്സ് ആണ് ഇത് പ്രൊമോട്ട് ചെയ്യണത്. കാഷ്യൂ ഇൻഡസ്ട്രി കൂടുതൽ പ്രൊമോട്ട് ചെയ്യണത്. അത് കൂടുതലും നമ്മൾ എക്സ്പോർട്ട് ചെയ്യണത് കാഷ്യൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കാഷ്യൂവിൻ്റെ ഇതുള്ളത്. ഇൻ കേസിൽ ആർ അബൌട്ട് 15,000 വർക്കേഴ്സ് ആൻഡ് majority of them are women. And KCD export cashew shell, liquid, raw nuts. അതായത് കൂടുതൽ അതിൻ്റെ അത് ഷെല്ലുകൾ ലിക്വിഡ് ആക്കിയിട്ട് ജ്യൂസ്, അതുപോലെ അവർ അത് വറുത്തിട്ട് ഫ്രൈഡ് ആയിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ കൂടുതൽ അത് കയറ്റി അയക്കേണ്ട. അപ്പോൾ ഇത്രയും എടുക്കുന്നുള്ളൂ. താങ്ക് യു.